ശ്രീ മോഹൻപിള്ളയാണ് ചങ്ങനാശ്ശേരിയിൽ നിന്ന്. ശ്രീ മോഹൻപിള്ള, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ SNDP NSS ഐക്യം അത് ഇന്നിപ്പോൾ NSS അവസാനിപ്പിച്ചതിന് കാരണം എന്താവും? അതിന് തീർച്ചയായും 2-3 കാരണങ്ങളാണ് ഞാൻ കാണുന്നത്. ഒന്നാമത്, ഒരു കാരണവശാലും SNDP NSS ഐക്യം എന്ന് ചാപിള്ളയായി എന്നുള്ളത് വളരെ സത്യമാണ്. പക്ഷേ അതിനുള്ള മൂല കാരണം എന്ന് പറയുന്നത് വർഗീയ വിഷം തുപ്പുന്ന വെള്ളാപ്പള്ളി നടേശന് പത്മ അവാർഡ് കൊടുത്തത് മെയിൻ കാരണമാണ്. NSSന്റെ സമുദായ ആചാര്യനും പത്മ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ആ പത്മ അവാർഡ് ഇത്രയും ക്രിമിനൽ കേസുകൾ ഉള്ളവർക്കോ അല്ലെങ്കിൽ വർഗീയമായിട്ട് ചിന്തിക്കുന്നവർക്കോ കൊടുക്കേണ്ടതാണോ എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്, ഈ 2 ദിവസം മുമ്പ് ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ BJPയും അല്ലെങ്കിൽ ഇടതുപക്ഷവും അല്ലെങ്കിൽ വലതുപക്ഷവും രാഷ്ട്രീയക്കാരാണ് ഇവരെ ആളാക്കുന്നത്. ആ ദൂരത്തിൽ നിന്നുകൊണ്ട് ജന്മന തന്നെ സുകുമാരൻ നായർ ഒരു UDF ആളാണ്. ഒരു കാരണവശാലും അദ്ദേഹം വായ്ത്താളം അടിക്കുമെങ്കിലും ഇടതിനോടൊപ്പവും പോവില്ല, BJPയിലും പോകത്തില്ല. അത് ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ആ ഒരു രീതി വന്നപ്പോൾ തീർച്ചയായിട്ടും ഒരു പത്മ അവാർഡും കൂടെ കിട്ടി. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം എസ്പെഷ്യലി ചങ്ങനാശ്ശേരി അതുപോലെയുള്ള സ്ഥലങ്ങളിൽ ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയെ ഒഴിവാക്കിക്കൊണ്ട് ഒരു സമുദായം അല്ലെങ്കിൽ ഒരു സമൂഹം നിലനിൽക്കില്ല. അതായത് നായർ മുതൽ നമ്പൂതിരി വരെ എന്ന് പറഞ്ഞ നായാടി നമ്പൂതിരി വരെ പറഞ്ഞിപ്പോ നസ്രാണിയാക്കി ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയെ ഒഴിവാക്കുന്നതിനെ അതിനും സപ്പോർട്ട് പറയാനുള്ള കേരളത്തിലെ ആൾക്കാരെയാണ് നമ്മൾ വിലമതിക്കുന്നത്. ഈ വെള്ളാപ്പള്ളിക്ക് പത്മഭൂഷൺ കിട്ടി എന്നുള്ളത് പറഞ്ഞു. അത് വർഗീയവാദിയായ വെള്ളാപ്പള്ളിക്ക് പത്മഭൂഷൺ കിട്ടുമെന്ന് പറയുമ്പോൾ വെള്ളാപ്പള്ളിയുടെ വർഗീയവാദമൊക്കെ ഈ 9 ദിവസത്തിനിടയിൽ ഉണ്ടായതല്ലല്ലോ. വെള്ളാപ്പള്ളി അതിനു മുമ്പും വെള്ളാപ്പള്ളിയുടെ നിലപാട് ഇങ്ങനെയാണ്. വെള്ളാപ്പള്ളി പലതരത്തിലും വർഗീയ പരാമർശങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ്. പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിനെതിരെയൊക്കെ പലതരത്തിലും പരാമർശങ്ങൾ പലപ്പോഴും ആവർത്തിച്ച് നടത്തിയിട്ടുള്ള ആളാണ്. അതൊന്നും അറിയാത്ത ഒരാളല്ലല്ലോ സുകുമാരൻ നായർ. സുകുമാരൻ നായർ അറിയാത്ത ആളല്ല. പിന്നെ വർഗീയവാദികൾക്ക് പത്മ കിട്ടിയിട്ടുണ്ട്. ഇതിനേക്കാളും മോശപ്പെട്ട ആളുകൾക്കൊക്കെ ഒരുപാട് പേർക്ക് പത്മ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഈ പത്മ അവാർഡ് കിട്ടിയവരെല്ലാവരും മഹാന്മാരാണെന്നും അവരെല്ലാം മതേതരവാദികളാണ് എന്നുള്ള വിശ്വാസമൊന്നും കേരളത്തിൽ പത്മ കിട്ടിയവർക്ക് ഇപ്പോഴല്ല, പണ്ടത്തെ പട്ടിക പരിശോധിച്ചാലില്ല. ഈ പണ്ട് കിട്ടിയിട്ടുള്ള ആളുകൾക്കൊക്കെ പലരും വളരെ മോശപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകൾക്കൊക്കെ പണ്ടും കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതൊന്നും നമ്മൾ അതല്ലല്ലോ ഇപ്പൊ ഉണ്ടായ കാരണമല്ല. ഇപ്പൊ ഉണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഒന്ന് വെള്ളാപ്പള്ളിക്ക് പത്മ കിട്ടി, അത് ഇഷ്ടപ്പെട്ടില്ല, അതിനപ്പുറത്തേക്ക് സുകുമാരൻ നായർക്ക് പത്മ കഫേ, ഇതാണ് മെയിൻ. ഈ 2 കാര്യമേ ഉള്ളൂ. പിന്നെ ഉള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ സുകുമാരൻ നായർക്ക് എടുത്തു ചാടി അദ്ദേഹത്തിന്റെ അപ്രമാദിത്യം ഇല്ലാതായി എന്ന് നമ്മൾ കാണണം. കാര്യം അദ്ദേഹം പറഞ്ഞാൽ ഞാനാണ് എല്ലാം, NSS എന്നുള്ളത് പൊളിച്ചടുക്കി. അതായത് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളവർ പറഞ്ഞതുപോലെ തന്നെ ഡയറക്ടർ ബോർഡിലുള്ള എല്ലാ നായന്മാരെയും ഇങ്ങനെ വിചാരിച്ചത് എല്ലാ നായന്മാരുടെയും വാക്കാണ് ഞാൻ അവസാന വാക്കെന്നുള്ളത് അങ്ങ് തെറ്റിപ്പോയി. അതുകൊണ്ടാണ് മലക്കം മറിഞ്ഞത്, വേറെ ഒന്നുമല്ല. ഇപ്പോ സുകുമാരൻ നായർ സൈഡ് മാറി നിൽക്കുന്നതിന്റെ കാരണം നിങ്ങൾ ചാനലുകാർക്കൊക്കെ അറിയാമല്ലോ. സ്വന്തം കുടുംബത്തിന് കേസിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് മക്കളാണെങ്കിലും മരുമക്കളാണെങ്കിലും 49 പേരാണ് ഒറ്റ കുടുംബത്തിൽ നിന്ന് ഈ 2 ദിവസം മുമ്പും വീണ്ടും കൊടുത്തു മരുമോക്ക് NSSന്റെ ഡയറക്ടർ ബോർഡിൽ. നിങ്ങൾക്കറിയാമോ 49 പേരാണ് ആ കുടുംബത്തിൽ നിന്ന് NSSനെ ഭരിക്കുന്നത്. മലബാർ പോലുള്ള ദരിദ്ര നാരായണന്മാർ മലബാർ സൈഡിൽ നിന്നുള്ളവർക്കൊന്നും ഇല്ലെന്നേ. അപ്പൊ അതിന് പ്രതികരിക്കണം. അവിടെ ഒരു 300 പേരുണ്ട് ഒന്നിനും കൊള്ളാത്തവരെ. എന്തായാലും ഡയറക്ടർ ബോർഡിനെ ഞാൻ അംഗീകരിക്കുന്നു. കാരണം അവരെന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ട് പറഞ്ഞു കാണും, സുഖു ഇനി കളിക്കരുതേ എന്ന് പറഞ്ഞു കാണണം. തീർച്ചയായിട്ടും ആ ഒരു കാരണം കൊണ്ടാണ് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സംഭവം വന്നത്. ഈ രീതിയിൽ ഒരു കാരണവശാലും ഇതിനു മുമ്പുള്ള സംഭാഷണം ശ്രദ്ധിച്ചിട്ടുണ്ടോ? വെള്ളാപ്പള്ളിയും ഇവർ തമ്മിൽ തെറ്റുന്ന സംഭാഷണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? തെറ്റുന്നത് നേരത്തെ ഐക്യത്തിന് ഒരു കാരണവശാൽ ഒരിക്കലും നടക്കില്ല. സുകുമാരൻ നായർ ആ NSS ഹെഡ്ക്വാർട്ടറിൽ ഇരിക്കുന്നിടത്തോളം കാലം, വെള്ളാപ്പള്ളി SNDP ഹെഡായിട്ട് ഇരിക്കുന്നിടത്തോളം കാലം ഇവർ തമ്മിലുള്ള ഒരു ഐക്യം ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ശരി, നമ്മുടെ സമയം അവസാനിക്കുകയാണ്. അതുകൊണ്ടാണ് എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളാണ് ഉണ്ടായത്. ഈ ഐക്യം തന്നെ ഒരു അനാവശ്യമായ ഐക്യമായിരുന്നു, ഇവരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഉണ്ടായ ഐക്യമായിരുന്നു എന്ന് പറഞ്ഞു. അതല്ല, കോൺഗ്രസ്സുകാർ ഇടപെട്ട് അത് പൊളിച്ചതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ മറ്റു പാർട്ടിക്കാരുടെ ഇടപെടൽ കൊണ്ടാണ് ഇത് പൊളിഞ്ഞത് എന്ന് പറയുന്നു. അതല്ല, പത്മ അവാർഡ് പത്മഭൂഷൺ ഇപ്പോൾ വെള്ളാപ്പള്ളിക്ക് കിട്ടു, അത് മന്ത്രിത്വത്തിന് വേണ്ടി അതേ പുരസ്കാരം വെള്ളാപ്പള്ളിക്ക് കൊടുക്കുന്നു. ആ സമയത്ത് NSSനെ പരിഗണിക്കുന്നില്ല, അതാണ് കാരണം എന്ന് പറയുന്നു. അങ്ങനെ പല പല കാരണങ്ങൾ ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും ചർച്ച സമ്പന്നമായ ചർച്ചയായിരുന്നു. ഇടയ്ക്ക് 1-2 പേർ മാത്രമാണ് മോശപ്പെട്ട തരത്തിൽ സംസാരിച്ചത്. പ്രത്യേകിച്ച് സാമുദായിക വിഷയങ്ങളായാലും രാഷ്ട്രീയ വിഷയങ്ങളായാലും ഒക്കെ പറയുമ്പോൾ കുറെ കൂടി നമ്മൾ അഭിപ്രായം പറയാം, എന്ത് അഭിപ്രായം, പക്ഷേ അത് മാന്യമായ ഭാഷയിൽ മാന്യമായ രീതിയിൽ പറയാൻ ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. എന്തായാലും നാളെയും ഇതേ സമയം News 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.